UAE ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ അയച്ചു എന്ന് പറയുമ്പോഴും ഇറാൻ പറയുന്ന വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. UAEയുടെ ഇരട്ട തന്ത്രങ്ങളെ ഓരോന്നായി പൊളിച്ചടുക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള രഹസ്യ ഇൻഫർമേഷനുകൾ കൊടുക്കാനും അമേരിക്കയിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനായ ജാരേദ് കുഷ്ണർക്ക് വലിയ രീതിയിൽ UAEയിൽ നിക്ഷേപമുള്ളതിനെക്കുറിച്ചും ഇറാൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. GCC രാജ്യങ്ങളിൽ ഒരു ചാരനായി നിൽക്കാനാണ് UAEയുടെ ശ്രമം എന്ന് പലപ്പോഴായി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ലക്ഷ്യങ്ങളെ തടയിടാൻ UAE എന്തിനാണ് ശ്രമിക്കുന്നത്? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ദുബായിൽ ഭരണാധികാരിയെ മാറ്റാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ദുബായിൽ സ്വാധീനം ചെലുത്താനുള്ള ശേഷിയുണ്ട് എന്ന് മുജ്തബ ഖമേനി എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്? നോക്കൂ, UAE നടത്തുന്ന നീക്കങ്ങൾ എന്താണ്? UAEക്ക് ഒരു രീതിയിലും അറബ് സ്നേഹമോ അത്തരത്തിൽ സാഹോദര്യമോ ഒന്നും കാത്തു സൂക്ഷിക്കുന്നില്ല. പ്യുവറായിട്ടുള്ള ബിസിനസ്സാണ് UAE ലക്ഷ്യമിടുന്നത്. പക്ഷേ പ്യുവറായിട്ടുള്ള ബിസിനസ് ലക്ഷ്യമിടുമ്പോഴും നെറുകേടുകൾ കാണിച്ചാൽ ഇറാൻ മിണ്ടാതിരിക്കില്ല. ഇറാനെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? UAE ഇസ്രയേലുമായി നടത്തിയ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാമല്ലോ, ഇറാൻ ഇപ്പോൾ മൊസാദിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മൊസാദിൻ്റെ ഒരു രീതിയിലുള്ള ചാരപ്പണിയും ഇറാനെതിരെ നടക്കുന്നില്ല. GCC രാജ്യങ്ങളിൽ പോലും വളരെ സുരക്ഷിതമായി സൂക്ഷ്മതയോടെയാണ് ഇറാൻ ഓരോ കാര്യങ്ങളും വീക്ഷിച്ചു വരുന്നത്. ഇറാനെതിരെ ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇറാനിലെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുടെ വധത്തിന് ശേഷം ഇറാൻ സുരക്ഷ വളരെ കർശനമാക്കിയിരിക്കുന്നു. ഏത് രീതിയിലും ഇറാനിലേക്ക് ഇൻവേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അതീവ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇറാനിലെ സൈബർ സെക്യൂരിറ്റിയും അതുമായി ബന്ധപ്പെട്ട സെർവർ രീതികളുമെല്ലാം അതീവ സുരക്ഷയോടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊസാദിന് അത്ര എളുപ്പത്തിലൊന്നും ഇനി പിടിച്ചു കയറാൻ കഴിയില്ല. അതുപോലെ തന്നെ GCC രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറാൻ റഷ്യയുടെ അത്യാധുനിക സംവിധാനങ്ങളും സഹായങ്ങളും എന്തുകൊണ്ടാണ് തേടുന്നത്? റഷ്യ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, UAEയുടെ ഈ രീതിയിലുള്ള ഡബിൾ സ്റ്റാൻഡ് മെത്തേഡുകളെ തീർച്ചയായും അതിനെ ഖണ്ഡിക്കണം. UAEയുടെ നടത്തിപ്പും രീതികളും എല്ലാം മനസ്സിലാക്കണം. ഇതാദ്യമായിട്ടൊന്നുമല്ല UAE സാമ്പത്തിക ഉപരോധവുമായി ഇറാന് മേൽ വരുന്നത്. ഇതിനു മുമ്പും 2012, 2016 ഇറാൻ സൗദി ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഒക്കെ വന്നിരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, അരാംകോ എണ്ണപ്പാടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട അരാംകോ എണ്ണ ഫാക്ടറി ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴൊക്കെ UAE എടുത്ത നിലപാട് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൂടുതൽ സാമ്പത്തിക ഉപരോധം വന്ന് ഇറാനെ അങ്ങ് ഞെരുക്കി കളയാം, ഇറാനെ ഇല്ലായ്മ ചെയ്ത് കളയാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറും ചിന്തകൾ മാത്രമാണ്. UAEയിലെ ഭരണാധികാരികളെ വരെ മാറ്റാനുള്ള ശക്തി, അതിനുള്ള സ്വാധീനം ഇറാനുണ്ട്. ഇറാൻ കൂടുതൽ കരുത്താർജിച്ച് മിഡിൽ ഈസ്റ്റിലെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കാനുള്ള ശ്രമമാണ്. ഇറാനെ അങ്ങനെ ഇങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല. മിഡിൽ ഈസ്റ്റിൽ റഷ്യയുടെ സ്വാധീനം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാൻ ഇറാനാൽ കഴിയുന്നത് എല്ലാം ചെയ്യും. റഷ്യയുടെ പരിപൂർണമായ പിന്തുണ ഇറാൻ ഉണ്ടാവുകയും ചെയ്യും.